നമസ്കാരം. E20 വ്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൈവശം എന്തൊക്കെ രേഖകളുണ്ടായിരിക്കും? ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ RC ബുക്ക് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കും. നമ്മുടെ വാഹനത്തിന് ഒരു പൊല്യൂഷൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. കൂടാതെ ആ വാഹനം ഓടിക്കുന്ന ആരാണോ ആ വ്യക്തിക്ക് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് വേണം. ഇങ്ങനെ കുറേ, പിന്നെ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് വേണം. ഇങ്ങനെ പ്രധാനപ്പെട്ട ഒരു 3-4 രേഖകൾ നമ്മുടെ കൈവശം നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. എവിടെയെങ്കിലും വെച്ച് ഒരു വെഹിക്കിള് നമ്മൾ നിർത്തിയിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിന് മറുപടി ആയിരിക്കും ഈ രേഖകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും രേഖകൾ ചിലപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച്, ചിലപ്പോൾ പലരുടെയും കൈവശം കറക്റ്റായിട്ട് ഒന്നും മിസ്സായി പോകാം. ചിലതിൻ്റെ ഒറിജിനലുകളൊക്കെ ചിലത് സൂക്ഷിച്ച് വയ്ക്കാം. അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് വന്നു. എല്ലാത്തിൻ്റെയും ഒറിജിനൽ തന്നെ കൈവശം വേണമെന്ന് കോടതിയുടെ ഉത്തരവൊക്കെ ഒരു കാലത്തുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതിനൊക്കെ ഒരു മാറ്റം വന്നിരിക്കുകയാണ്. സെൻട്രൽ ഗവൺമെൻറ് mparivahan എന്നൊരു ആപ്പ് ഇതിനു വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. ആ ആപ്പിൽ നമ്മുടെ വാഹനത്തിൻ്റെ ഡോക്യുമെൻറ്റ്സ്, ഇൻഷുറൻസ്, പിന്നെ ആരുടെയൊക്കെ ലൈസൻസ് വേണം, ആ ലൈസൻസുകൾ, ഇതൊക്കെ കറക്റ്റായിട്ട് ഈ ആപ്പിലിട്ട് നമുക്ക് കയറ്റി വയ്ക്കാം. ഇത് ഒരു വാഹനത്തിൻ്റെ അല്ല, എത്ര വാഹനങ്ങളുടെ വേണമെങ്കിലും ഇതിൽ കയറ്റുകയും ചെയ്യാം. അതുതന്നെയല്ല, എത്ര ആളുകളുടെ ലൈസൻസ് ഡോക്യുമെൻറ്റ്സ് ആണെങ്കിലും ഇതിൽ കയറ്റിയിടാം. ഈ ആപ്പിൽ ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം ഉണ്ടായിരിക്കണം. ഈ ആപ്പ് നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് അതിലായിട്ട് നമുക്ക് ഈ ഡോക്യുമെൻറ്റ്സുകളൊക്കെ എങ്ങനെ കയറ്റാമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ അറിയിക്കാൻ മടിക്കരുത്. mparivahan എന്ന ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഒരു മെനു നിങ്ങൾക്ക് കാണാം. അതിനുശേഷം വരുന്ന സ്ക്രീനിൽ 3 ഓപ്ഷനുകൾ കാണാം. ഡാഷ്ബോർഡ്, RC ഡാഷ്ബോർഡ്, DL ഡാഷ്ബോർഡ് എന്നിവയാണ് നമ്മൾ കാണുന്ന ഓപ്ഷനുകൾ. ആദ്യം നമുക്ക് DL ഡാഷ്ബോർഡിലേക്ക് പോകാം. DL ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് ഡാഷ്ബോർഡ്. RC ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഡാഷ്ബോർഡ്. പിന്നെ ഒരു കോമൺ ആയിട്ടുള്ള ഡാഷ്ബോർഡുമാണുള്ളത്. ഈ കോമൺ ആയിട്ടുള്ള ഡാഷ്ബോർഡിൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾക്കിപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് ഡാഷ്ബോർഡിലേക്കാണ്. DL ഡാഷ്ബോർഡിൽ നമുക്കവിടെ ആദ്യം കാണുന്ന ഒരു സെർച്ച് സ്ക്രീനാണ്. ഈ സെർച്ച് സ്ക്രീനിൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറാണ് നമ്മളവിടെ രേഖപ്പെടുത്തേണ്ടത്. നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ രേഖപ്പെടുത്തുന്നതിന് ഒരു ഫോർമാറ്റ് അവർ പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമ്മുടെ സ്റ്റേറ്റ് കോഡ് KL എന്നുള്ളത്, അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റാണോ ആ സ്റ്റേറ്റിൻ്റെ കോഡ്. അതിനുശേഷം അടുത്ത സബ്ബായിട്ടുള്ള ഓരോ ജില്ലകൾക്കും കൊടുത്തേക്കുന്ന നമ്പറുണ്ട്. അതേപോലുള്ളൊരു നമ്പർ നമ്മൾ രേഖപ്പെടുത്തണം. ഇപ്പോൾ KL 36. പിന്നെ നമ്മൾ രേഖപ്പെടുത്തേണ്ടത് നമുക്ക് ലൈസൻസ് കിട്ടിയ വർഷം അതേതാണ്, ആ വർഷം. പിന്നെ നമ്മൾ രേഖപ്പെടുത്തേണ്ടത് 7 അക്കമുള്ള ഒരു ലൈസൻസ് നമ്പറുമുണ്ട്, ആ നമ്പറാണ്. സാധാരണ നമ്മുടെ ലൈസൻസ് ബുക്കുകളിലൊക്കെ നമ്പറുകൾ 4 അക്ഷരം ഒക്കെയാണ് ഉണ്ടാകുക. ഇത് 7 അക്ഷരത്തിൽ. ഇപ്പോൾ 1999 എന്നാണ് ലൈസൻസ് നമ്പർ എങ്കിൽ 1999 30 ആദ്യവും ഇടുകയും ചെയ്യണം. ഈ 30 ആദ്യം ഇട്ട് 1999. ഇപ്പോൾ KL 07, ലൈസൻസ് കിട്ടിയ വർഷം 2002. പിന്നെ 30, പിന്നെ നമ്മുടെ ലൈസൻസ് നമ്പർ ഏതാണോ അത്. ഇപ്പോൾ ലൈസൻസ് നമ്പർ 550 ആണെങ്കിൽ 40 പ്ലസ് ലൈസൻസ് നമ്പർ. ഇങ്ങനെയാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. അതിനുശേഷം നമ്മൾ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ലൈസൻസ്, നമ്മുടെ ഫോട്ടോ അവിടെ വരുന്നുണ്ട്. പക്ഷേ ആ ഫോട്ടോയിൽ
നമ്മുടെ ലൈസൻസ് നമ്പർ ഉണ്ടായിരിക്കും. ലൈസൻസ് നമ്പറും ഡീറ്റെയിൽസും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്ത് ലൈസൻസാണ് എന്നൊക്കെ കാണും. പക്ഷേ ആളുടെ പേര് നമുക്ക് വായിക്കാൻ പറ്റില്ല. അതാണ് ആ സെർച്ചിൻ്റെ പ്രത്യേകത. സ്ക്രീനിൽ റെഡ് മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഓപ്ഷൻ ലഭിക്കും. അതിൽ ഡ്രൈവിംഗ് ലൈസൻസ് വിത്ത് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ ഡ്രൈവിംഗ് ലൈസൻസ് 15 ഡിജിറ്റുള്ള ഡ്രൈവിംഗ് ലൈസൻസ്, അല്ലെങ്കിൽ നമ്മളുടെ ഏരിയയുടെ കോഡ് ബാർ നമ്മളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ബാർ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയ വർഷം, ഇത് ആഡ് ചെയ്യുക പ്ലസ് ഡേറ്റ് ഓഫ് ബർത്ത് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമുക്കൊരു ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അങ്ങനെയും നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് കാണാം. പക്ഷേ അതിലും നമ്മുടെ പേര് അവിടെ വ്യക്തമാക്കുന്നില്ല. അവിടെ അതിൻ്റെ അടിയിലായിട്ട് ഒരു ഓപ്ഷൻ കാണാം, ആഡ് ടു ഡാഷ്ബോർഡ് ഫോർ വെർച്വൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്നൊരു ഓപ്ഷൻ കാണാം. ആ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു വെരിഫിക്കേഷന് വേണ്ടി ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിക്കുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് വെരിഫൈ ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ നമുക്ക് വരുന്നു. അതിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഡാഷ്ബോർഡിൽ വ്യക്തമായിട്ട് വരുന്നുണ്ട്. അതിൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആരുടെയാണെന്ന് വ്യക്തമായിട്ട് നമ്മുടെ പേര് വരും. നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് മുതലാണ്, അതിൻ്റെ എക്സ്പയറി എന്ന് വരെയാണ്, തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും അവിടെ കാണാം. നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സൈഡിൽ ഒരു ആരോ ബട്ടൺ കാണാൻ പറ്റും താഴോട്ട്. ആ ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ QR കോഡ് വെരിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അടുത്തത് നമ്മുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി നമ്മുടെ RC ഡാഷ്ബോർഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ നമ്പർ അവിടെ ചോദിക്കും. വാഹനത്തിൻ്റെ നമ്പർ നമ്മൾ രേഖപ്പെടുത്തുമ്പോൾ അവിടെ നമുക്ക് ഓണറുടെ പേര് നമുക്ക് കാണാൻ പറ്റുകയില്ല. ബാക്കി വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ നമ്മളുടെ ഓണറുടെ ഡീറ്റെയിൽസ് അവിടെ കിട്ടുന്നതിന് അതും ആഡ് ടു ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ആഡ് ടു ഡാഷ്ബോർഡ് ഫോർ വെർച്വൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡ് ടു ഡാഷ്ബോർഡിന് വേണ്ടി വണ്ടിയുടെ എൻജിൻ നമ്പറിൻ്റെയും ചേസ് നമ്പറിൻ്റെയും 4 ഡിജിറ്റ് എൻ്റർ ചെയ്യാൻ പറയും. ആ 4 ഡിജിറ്റ് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ അതും നമ്മുടെ വെർച്വൽ ഡാഷ്ബോർഡിലേക്ക് ഫുൾ ഡീറ്റെയിൽസോടുകൂടി നമുക്കവിടെ കാണാൻ സാധിക്കും. വണ്ടിയുടെ ഓണർ ആരാണ്, അതിൻ്റെ ഗാർഡിയൻ ആരാണ്, അതിൻ്റെ ചേസ് നമ്പർ, എൻജിൻ നമ്പർ, വെഹിക്കിളിൻ്റെ കമ്പനി, അത് ഏത് മോഡലാണ്, അത് ഇഷ്യൂ ചെയ്ത ഡേറ്റ്, അത് ഇന്ന് വരെ അത് വാലിഡ് ഉണ്ട്, വെഹിക്കിൾ ഏത് ക്ലാസ്സാണ്, അത് പെട്രോളാണോ, അതിൻ്റെ കളർ എന്താണ്, അതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി, അത് ഫിനാൻഷ്യലി ലോണാണോ, പിന്നെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് അതിൻ്റെ ഇൻഷുറൻസ് എന്നുള്ളതാണ്. അത് ഏത് ഇൻഷുറൻസ് കമ്പനിയുടെയാണ്, ആ ഇൻഷുറൻസ് എന്ന് മുതൽ എന്ന് വരെയാണ് അതിൻ്റെ വാലിഡിറ്റി. പിന്നെ ഇപ്പോഴത്തെ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പ്രധാനം എന്ന് പറഞ്ഞാൽ PUCC നമ്പർ, പുക സർട്ടിഫിക്കറ്റ് എന്ന് നമ്മൾ ഒറ്റ വാക്കി പറയും, പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ, അതാണ് PUCC, പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ്. ആ നമ്പർ അതിലുണ്ടാവും. ആ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ എന്ന് മുതൽ എന്ന് വരെയാണ് എന്നും വ്യക്തമായിട്ട് ഉണ്ടാവും. ഇതിൻ്റെ ഒപ്പം വേറൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഇപ്പോൾ
ഉദാഹരണത്തിന് നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയുടെ പോർഷൻ ഭാഗത്ത് നോട്ട് ആപ്ലിക്കബിൾ NA എന്നാണ് ഇട്ടിരിക്കുന്നതെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇൻഷുറൻസ് നമ്മൾ ചിലപ്പോൾ അടച്ചിട്ടുണ്ടായിരിക്കും, ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട്, പക്ഷേ അത് ആ കമ്പനി അത് അപ്ലോഡ് ചെയ്തിട്ടില്ല വേണ്ട വിധത്തിൽ. അതുകൊണ്ടാണത് അതിൽ വരാത്തത്, നോട്ട് ആപ്ലിക്കബിൾ എന്നാണ്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയും വേഗം തന്നെ ആ ഇൻഷുറൻസ് കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ എപ്പോഴും ഡോക്യുമെൻ്റ് ക്ലിയർ ചെയ്യേണ്ടതാണ്. അതിങ്ങനെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ ഇൻഷുറൻസ് പുതുക്കുമ്പോഴൊക്കെ അതിൻ്റെ വാലിഡ് അപ് ടു എന്നുള്ളതൊക്കെ മാറിക്കൊണ്ടിരിക്കും കറക്റ്റായിട്ട്. അതേപോലെ PUCC, പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ്, അത് നമ്മുടെ പുക പരിശോധനയുടെ ആ സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ നമ്പർ അതിലുണ്ടായിരിക്കും. അതിൻ്റെ വാല്യൂ എന്ന് മുതൽ ഇന്ന് വരെയാണെന്നും അതിൽ വ്യക്തമായിട്ട് കാണിക്കും. ഇപ്പോൾ ഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ടതായിട്ടുള്ള വേറെ മറ്റ് പല ഉപയോഗങ്ങൾക്കും ഈ ആപ്പ് ഗുണപ്രദമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നമസ്കാരം.